മോഹൻലാൽ ഇങ്ങനെയാണ്. സ്വതവേ ഒരല്പം ഉൾവലിയുന്ന സ്വഭാവക്കാരനാണ് എന്ന് തോന്നുമെങ്കിലും ചിലപ്പോഴൊക്കെ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന വിധം പല കാര്യങ്ങളും പറയും. തന്റെ ഐശ്വര്യത്തിന് കാരണമായി ഇപ്പോൾ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മണിയൻപിള്ള രാജുവിനെ ആദ്യമായി മേക്കപ്പ് ഇട്ട് തന്നത് രാജുവിന്റെ കൈകളാണ്. രാജുവിന്റെ കൈകൾ കൊണ്ടാണ് എല്ലാം നന്നായത് എന്ന് മോഹൻലാൽ പറയുന്നു. പുതിയ ചിത്രമായ L360 ലൊക്കേഷനിലെ പിറന്നാൾ ആഘോഷമാണ് വേദി. ഇവിടെയാണ് ലാൽ ഇങ്ങനെ മനസ്സ് തുറന്നത്. ഒരുപാട് കാലമായി ഇങ്ങനെ ഒരു ഗ്യാതറിംഗിൽ പെട്ടിട്ട് ഒരുപാട് വലിയ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട് എങ്കിലും ഇത് വളരെ വലിയ സന്തോഷം തരുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ശോഭന വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ശോഭനയുടെ കൂടെ അഭിനയിക്കുന്നത്. പിന്നെ മണിയൻപിള്ള രാജു, എൻ്റെ മുഖത്ത് ആദ്യമായി മേക്കപ്പ് ഇട്ട് തന്നയാൾ, അതിൻ്റെ ഐശ്വര്യം എന്നാണ് ഞാൻ പറയാറുള്ളത്. 47 വർഷമായി ഞാൻ ക്യാമറ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. തിരനോട്ടം കഴിഞ്ഞ് 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഇറങ്ങിയത്. അതിലെ പാച്ചിക്കയുടെ മകൻ്റെ കൂടെ വീണ്ടും അഭിനയിക്കാൻ സാധിക്കുന്നു. അത് വലിയൊരു ഗുരുത്വവും നിമിത്തവുമായി ഞാൻ കരുതുകയാണ്. ഇതൊന്നും എൻ്റെ കഴിവല്ല. ഇത്രയും കാലം സിനിമയിൽ നിൽക്കുക എന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കൂടെയുള്ള ആൾക്കാരുടെ കൂടി സ്നേഹവും പ്രാർത്ഥനയും കൊണ്ടാണത് എന്ന് ലാൽ മനസ്സു തുറന്നു. നല്ല സിനിമയായിട്ട് ഇത് മാറും. തരുൺമൂർത്തി വളരെ പ്രതീക്ഷ തരുന്ന ഒരു ഡയറക്ടറായി മാറട്ടെ. എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന ആശംസകളും. അതേസമയം പൃഥ്വിരാജ് സിനിമയിലെത്താൻ കാരണക്കാരൻ താനാണ് എന്നും നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു പറഞ്ഞത് ഈയിടെയാണ്. ഒരു ബാർബർ ഷോപ്പിൽ വെച്ചാണ് ചെറുപ്പക്കാരനായ പൃഥ്വിരാജിനെ കണ്ടതെന്നും പണ്ട് എടുത്തുകൊണ്ട് നടന്ന കുട്ടി വളർന്ന് സുന്ദരനായിരിക്കുന്നല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചപ്പോഴാണ് നന്ദനത്തിൽ അഭിനയിക്കാൻ അതിസുന്ദരനായ ഒരു പുതുമുഖത്തെ വേണം എന്ന് രഞ്ജിത്ത് ആവശ്യപ്പെട്ടത് എന്നും രാജു ഈയിടയ്ക്ക് പറഞ്ഞിരുന്നു. മല്ലികയെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞപ്പോൾ പൃഥ്വിരാജിനെ പിറ്റേന്ന് തന്നെ തള്ളിവിട്ടു എന്നും ഇതിലും മികച്ച ഒരു നടനെ കിട്ടാനില്ല എന്ന് രഞ്ജിത്ത് പറഞ്ഞുവെന്നും മണിയൻപിള്ള രാജു ഓർമ്മിച്ചിരുന്നു. ഒപ്പം പഠിച്ച മല്ലികയാണ് കോവിഡ് ബാധിച്ച് അത്യാസന്ന നിലയിലായ തന്നെ മറ്റൊരു ഡോക്ടറുടെ അടുത്ത് പറഞ്ഞുവിട്ടത് എന്നും തന്റെ ജീവൻ രക്ഷിച്ച മല്ലികയോട് എന്നും കടപ്പെട്ടിരിക്കുന്നു എന്നുമൊക്കെയാണ് മണിയൻപിള്ള രാജു പറഞ്ഞത്. മല്ലിക സുകുമാരൻ സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ആഘോഷ പരിപാടികൾ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കഴിഞ്ഞത്. അവിടെയാണ് മണിയൻപിള്ള രാജു സുകുമാരൻ്റെയും മല്ലികയുടെയും കുടുംബത്തോട് തനിക്കുള്ള ഈ ആത്മബന്ധത്തെ പറ്റി തുറന്നു പറഞ്ഞത്. എന്തായാലും മണിയൻപിള്ള രാജുവിനെ ആർക്കും അങ്ങനെ ഉപേക്ഷിക്കാനാവില്ല എന്നുള്ളത് അതിപ്പോൾ മോഹൻലാലിന് മാത്രമല്ല, മോഹൻലാലായാലും മല്ലിക സുകുമാരനായാലും ഒരുപാട് പേർക്ക് വളരെയധികം, സുരേഷ് ഗോപിക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് മണിയൻപിള്ള രാജു. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ഒതുങ്ങുന്ന തൻ്റെ ചിത്രം വളരെ നല്ലൊരു സിനിമയായി മാറുമെന്നാണ് മോഹൻലാൽ തൻ്റെ ഈ ആഘോഷവേളയിൽ പറഞ്ഞത്. തരുൺ മൂർത്തി വളരെ പ്രതീക്ഷ തരുന്ന ഒരു ഡയറക്ടറായി മാറട്ടെ എന്ന് മോഹൻലാൽ പറഞ്ഞു. ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നടന്ന പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ സംസാരിച്ചത്. മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് മോഹൻലാലും ശോഭനയും വീണ്ടും ഒന്നിക്കുന്നത്. 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഇരുവരും ഒരു ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത്. 2009 പുറത്തിറങ്ങിയ സാഗർ ഏലിയാസ് ജാക്കിയിലാണ് ശോഭനയും മോഹൻലാലും ഇതിനു മുൻപേ ഒന്നിച്ചത്. എന്നാൽ ഈ ചിത്രത്തിൽ മനോജ് കെ ജയൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ജോഡിയായിരുന്നു ശോഭന. പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ സൗദി വെള്ളക്കാക്കിയ ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് L360 എന്നാണ് താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേര്. മോഹൻലാലിന്റെ 360ാമത്തെ ചിത്രമാണിത്. പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറിന്റെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഏറെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു റിയാലിസ്റ്റിക് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഒരിടത്തരം ഗ്രാമത്തിന്റെ ഉൾത്തിടപ്പുകൾ കോർത്തിണക്കിയാണ് ഈ ചിത്രത്തിന്റെ അവതരണം. KR സുനിലിൻ്റെതാണ് കഥ. പ്രമുഖ ദിനപത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതുക, നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനാവുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ് KR സുനിൽ. മികച്ച ഫോട്ടോഗ്രാഫർ കൂടിയാണ്. തരുൺമൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും രചിക്കുന്നത്. രജപുത്ര വിഷ്വൽസ് മീഡിയ അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് M. രഞ്ജിത്താണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.